ഹായ് ഓൾ, വിങ്സ് ടു വിൻ എഡ്യൂക്കേഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നെറ്റ് എക്കണോമിക്സിനും അതുപോലെ തന്നെ എക്കണോമിക്സിന്റെ പല കോമ്പറ്റേറ്റീവ് എക്സാംസിനും വളരെ ഉപകാരപ്പെടുന്ന ചില കോൺസെപ്റ്റുകളുമായിട്ടാണ്. ആദ്യം നമുക്ക് നോർമൽ ഗുഡിനെ പരിചയപ്പെടും. നോർമൽ ഗുഡ് എന്ന് പറയുമ്പോൾ ലോ ഓഫ് ഡിമാൻഡ് ഫോളോ ചെയ്യുന്ന കമ്മോഡിറ്റീസിനെ നമുക്ക് നോർമൽ കമ്മോഡിറ്റീസ് അല്ലെങ്കിൽ നോർമൽ ഗുഡ്സ് എന്ന് പൊതുവെ പറയാം. Demand increases as the income of the consumer rises and decreases as income increases. Law of demand പറഞ്ഞതുപോലെ തന്നെ ലോ ഓഫ് ഡിമാൻഡ് പ്രകാരം എങ്ങനെയാണ്? പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി കുറയുകയും പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുകയും ചെയ്യുന്ന കമ്മോഡിറ്റീസിനെ നമുക്ക് നോർമൽ ഗുഡ് എന്ന് പറയാം. ഇനി ഇൻകം കൺസ്യൂമറുടെ ഇൻകത്തിന്റെ ബേസിൽ പറയുകയാണെങ്കിൽ ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കൂടുകയും ഇൻകം കുറയുമ്പോൾ ഡിമാൻഡ് കുറയുകയും ചെയ്യുന്ന കമ്മോഡിറ്റീസിനെയും നമുക്ക് നോർമൽ ഗുഡ് ആയിട്ട് പരിഗണിക്കാം. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം പ്രൈസ് ഇഫക്റ്റ് നെഗറ്റീവും ഇൻകം ഇഫക്റ്റ് പോസിറ്റീവുമായിട്ടുള്ള ഗുഡ്സിനെ നമുക്ക് പൊതുവെ എന്ത് പറയാം? നോർമൽ ഗുഡ്സ് എന്ന് പറയാം. Income effect and substitution effect works in same direction. That is why price effect negative. Income effectum substitution effectum എന്താണ്? പോസിറ്റീവ് ആയിരിക്കും. ഇൻകം ഇഫക്റ്റും പോസിറ്റീവ് ആണ്, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും പോസിറ്റീവ് ആണ്. ഇൻകം ഇഫക്റ്റ് പോസിറ്റീവ് ആണ് എന്ന് പറയാൻ കാരണം എന്താണ്? ഇൻകം കൂടുമ്പോൾ കമ്മോഡിറ്റിയുടെ ഡിമാൻഡും കൂടുന്നു, ഇൻകം കുറയുമ്പോൾ ഡിമാൻഡും കുറയുന്നു. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് പോസിറ്റീവ് ആണ് എന്ന് പറയാൻ കാരണം എന്താണ്? റിലേറ്റീവ് കമ്മോഡിറ്റീസിനെ താരതമ്യം ചെയ്യുമ്പോൾ, അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എടുത്ത് നോക്കുമ്പോൾ ഒരു ഗുഡിന്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ മറ്റേ ഗുഡിന്റെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യും? കൂടും അല്ലെ? അതായത് എ എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ പ്രൈസ് കൂടിയാൽ ബി എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് ചെയ്യും? കൂടും. അങ്ങനെ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസും മറ്റൊരു കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റിയും സെയിം ഡയറക്ഷനിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് അതിനെ നമുക്ക് പ്രൈസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് പോസിറ്റീവ് ആണെന്ന് പറയാം. ഇൻകം ഇഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും ചേർന്നതാണ് പ്രൈസ് ഇഫക്റ്റ്. ഇനി പ്രൈസ് ഇഫക്റ്റ് ഓൾറെഡി ഒരു നെഗറ്റീവ് സൈൻ ഉള്ളത് കൊണ്ട് തന്നെ ഇൻകം ഇഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും പോസിറ്റീവ് ആയതുകൊണ്ട് പ്രൈസ് ഇഫക്റ്റ് അവിടെ എന്താണ്? നെഗറ്റീവ് ആണ്. പോസിറ്റീവിനോട് കൂടെ ഈ നെഗറ്റീവ് സൈൻ ചേരുമ്പോൾ അതെന്താണ്? നെഗറ്റീവ് ആണ്. മനസ്സിലാക്കുക, ഇവിടേക്ക് നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരിക്കലും എന്തിനെയല്ല, നെഗറ്റീവ് വാല്യൂവിനെയല്ല, ഇൻഡയറക്റ്റ് റിലേഷനെയാണ് അല്ലെങ്കിൽ നെഗറ്റീവ് റിലേഷനെയാണ്. അതായത് നെഗറ്റീവ് റിലേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് പറയാം? ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുന്നു എന്ന് പറയുന്ന ഒരു ഇൻവേഴ്സ് ഡിമാൻഡിനെ കാണിക്കാൻ അല്ലെങ്കിൽ ഇൻവേഴ്സ് റിലേഷനെ കാണിക്കാനാണ് ഏത് ഉപയോഗിക്കുന്നത്? നെഗറ്റീവ് സൈൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രൈസ് ഇഫക്റ്റ് നെഗറ്റീവ് ആണ് എന്ന് പറയാൻ കാരണം എന്താണ്? പ്രൈസ് ഇഫക്റ്റ് നെഗറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും. എപ്പോൾ? പ്രൈസ് കുറയുമ്പോൾ. പ്രൈസ് കൂടിയാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുകയും ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഇൻഫീരിയർ ഗുഡിനെ പരിചയപ്പെടാം. എന്താണ് ഇൻഫീരിയർ ഗുഡ്? പോസ്റ്റ് ഡിമാൻഡ് ഫോഴ്സ് വിത്ത് ദി റൈസ് ഇൻ കൺസ്യൂമർ ഇൻകം ആൻഡ് ഡിമാൻഡ് ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ ഇൻകം. ഇവിടെ ഇൻകം ഇഫക്റ്റിനെയും പ്രൈസ് ഇഫക്റ്റിനെയും ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫീരിയർ ഗുഡിന്റെ കേസിൽ ഇൻകം ഇഫക്റ്റ് നെഗറ്റീവ് ആണ്, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് പോസിറ്റീവ് ആണ്. എല്ലാ ഗുഡ്സിന്റെ കേസിലും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. നോർമൽ ഗുഡിന്റെ കേസിലായാലും ഇൻഫീരിയർ ഗുഡിന്റെ കേസിലായാലും ഗിഫൺ ഗുഡിന്റെ കേസിലായാലും ഏത് പോസിറ്റീവ് ആയിരിക്കും? സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് പോസിറ്റീവ് ആയിരിക്കും. ഇനി ഇൻകം ഇഫക്റ്റിന്റെ ബേസിലാണ് ഒരു ഗുഡ് ഇൻഫീരിയർ ഇൻകം ഇഫക്റ്റിന്റെ ആ ഒരു ഇന്റൻസിറ്റിയുടെ ബേസിലാണ് ഇൻഫീരിയർ ഗുഡ് ആണോ അല്ലെങ്കിൽ ഗിഫൺ ഗുഡ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. ഇൻഫീരിയർ ഗുഡിന്റെ കേസിൽ എന്താണ്? ഇൻകം കൂടിയാൽ ഡിമാൻഡ് കുറയും, ഇൻകം കുറഞ്ഞാൽ ഡിമാൻഡ് കൂടും. അതായത് നോർമൽ ഗുഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇൻഫീരിയർ ഗുഡിന്റെ കേസിൽ സംഭവിക്കുന്നത്. പക്ഷെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് പോസിറ്റീവ് റിലേഷൻ തന്നെയാണ് കാണിക്കുന്നത്. ഇനി ഗിഫൺ ഗുഡിന്റെ കേസ് എടുത്താലും അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇൻകം ഇഫക്റ്റ് നെഗറ്റീവ് ആയിരിക്കും, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഒരു ഗുഡ് ഇൻഫീരിയർ ആണോ ഗിഫൺ ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റുക? അത് ഇത്രയേ ഉള്ളൂ. ഇൻകം ഇഫക്റ്റ് ആണോ വലുത്, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആണോ വലുത് എന്ന് നോക്കണം. അതിനെ കമ്പയർ ചെയ്തിട്ടാണ് നമുക്ക് ഒരു ഗുഡ് ഇൻഫീരിയർ ആണോ ഗിഫൺ ആണോ എന്ന് തീരുമാനിക്കാനായിട്ട് പറ്റുന്നത്. ഈ കേസിൽ, അതായത് ഇൻഫീരിയർ ഗുഡിന്റെ കേസിൽ ഇൻകം ഇഫക്റ്റ് ഈസ് വീക്കർ ദാൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. അതായത് നെഗറ്റീവ് ഇൻകം ഇഫക്റ്റ് ചെറുതും പോസിറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും കൂടുതലുമാണ്. അപ്പോൾ പോസിറ്റീവ് വാല്യൂ കൂടുതലും നെഗറ്റീവ് വാല്യൂ ചെറുതും ആകുമ്പോൾ ഇവിടെ ഓൾറെഡി എന്ത് സൈന് കിട്ടും? പോസിറ്റീവ് സൈന് കിട്ടും. അതോട് തന്നെ ആ പോസിറ്റീവ് സൈന് നെഗറ്റീവ് സൈൻ ആയിട്ടുള്ള പ്രൈസ് ഇഫക്റ്റിനോട് ചേരുമ്പോൾ പ്രൈസ് ഇഫക്റ്റ് നെഗറ്റീവ് ആയിട്ട് തന്നെ തുടരും. അപ്പോൾ മനസ്സിലാക്കുക, ഇൻഫീരിയർ ഗുഡിന്റെ കേസിൽ
പ്രൈസ് ഇഫക്റ്റ് നെഗറ്റീവ് തന്നെയാണ്. അതായത് നോർമൽ ഗുഡിന്റെ പോലെ തന്നെ നെഗറ്റീവ് ഇഫക്റ്റ് ആണ് പ്രൈസ് ഇഫക്റ്റിന് എവിടെയുള്ളത്, ഇൻഫീരിയർ ഗുഡിന്റെ കേസിലുള്ളത്. അതായത് ഇവിടെ നെഗറ്റീവ് ഇൻകം ഇഫക്റ്റ് ഈസ് ലെസർ ദാൻ പോസിറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ദാറ്റ് ഈസ് വൈ പ്രൈസ് ഇഫക്റ്റ് ഈസ് നെഗറ്റീവ്. അതേസമയം ഗിഫൺ ഗുഡിന്റെ കേസിൽ ഗിഫൺ ഗുഡും ഈ പറഞ്ഞ പോലെ തന്നെ ഇൻകം ഇഫക്റ്റ് നെഗറ്റീവും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് പോസിറ്റീവും ആണ്. ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയും ഇൻകം കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇവിടെയുണ്ട്, ഗിഫൺ ഗുഡിന്റെ കേസിലും ഉണ്ട്. പക്ഷെ ഇവിടെ ഇൻകം ഇഫക്റ്റ് നെഗറ്റീവ്, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് പോസിറ്റീവും ആയിരിക്കും അല്ല, നമ്മുടെ ഇൻഫീരിയർ ഗുഡിന്റെ പോലെ തന്നെ. പിന്നെ അത് ഗിഫൺ ഗുഡ് ആണോ തിരിച്ചറിയാൻ എന്ത് നോക്കണം നമ്മള്, നെഗറ്റീവ് ഇൻകം ഇഫക്റ്റ് കൂടുതലും പോസിറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ചെറുതുമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് ഗിഫൺ ഗുഡ് ആണ്, കാരണം പോസിറ്റീവ് പ്രൈസ് ഇഫക്റ്റ് ആവും വരുന്നത്. അതായത് നെഗറ്റീവ് പ്രൈസ് ഇഫക്റ്റ് നമുക്ക് എപ്പോഴും പ്രൈസ് ഇഫക്റ്റിന്റെ കൂടെ നെഗറ്റീവ് സൈൻ ഉണ്ട്. ഈസ് ഈക്വൽ ടു എന്താണ്, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് പ്ലസ് ഇൻകം ഇഫക്റ്റ്. മനസ്സിലായോ? സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും ഇൻകം ഇഫക്റ്റും കൂടെ ചേർന്നതാണ് ഏത്, പ്രൈസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻകം ഇഫക്റ്റ് നെഗറ്റീവും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് പോസിറ്റീവും ആവുന്ന സിറ്റുവേഷനിൽ എന്ത് സംഭവിക്കും, ഇവിടെ ഇൻകം ഇഫക്റ്റ് ലാർജർ, അതായത് നെഗറ്റീവ് കൂടുതലും പോസിറ്റീവ് എന്താണ്, ചെറുതുമാണ്. നെഗറ്റീവ് ആണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ കൂട്ടുമ്പോൾ എന്ത് കിട്ടും, നെഗറ്റീവ് വാല്യൂ കൂടുതലായിരിക്കും. ഈ നെഗറ്റീവ് വാല്യൂവിന്റെ കൂടെ ഈ നെഗറ്റീവ് വാല്യൂ കൂടെ കൂടുമ്പോൾ രണ്ട് നെഗറ്റീവുകൾ ചേർന്നാൽ എന്താവും, പോസിറ്റീവ് ആവും. അപ്പോൾ പ്രൈസ് ഇഫക്റ്റ് ഇവിടെ എന്താവും, പോസിറ്റീവ് ആവും. ഗിഫൺ ഗുഡിന്റെ കേസിൽ പ്രൈസ് ഇഫക്റ്റ് എന്താണ്, പോസിറ്റീവ് ആണ്. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഈ ഗുഡ് ഗിഫൺ ഗുഡ് ആവുന്നത്. അപ്പോൾ പ്രൈസ് ഇഫക്റ്റ് പോസിറ്റീവ് ആവുന്നത് ഗിഫൺ ഗുഡിന്റെ കേസിൽ മാത്രമേ ഉള്ളൂ. ഇൻഫീരിയർ ഗുഡിന്റെയും നോർമൽ ഗുഡിന്റെയും കേസിൽ പ്രൈസ് ഇഫക്റ്റ് എന്താണ്, നെഗറ്റീവ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോയുമായിട്ട് നമുക്ക് മറ്റൊരു ഭാഗത്തിൽ പരിചയപ്പെടാം. താങ്ക് യു ഫോർ ലേണിംഗ്.